Let's give the people what they want. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു YRM റിയാക്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇളയ ദളപതി എന്ന് വിളിക്കുന്ന വിജയുടെ പുതിയ സിനിമയായ ദി കോട്ട് എന്ന് പറയുന്നതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയാൻ നമുക്ക് ഏതായാലും ആ ടീസർ ഫസ്റ്റ് നമുക്ക് കാണാം. അതിനുശേഷം വന്നിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും സമയം കളയാൻ നമുക്ക് വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ബെറ്റർ ഓഡിയോ എക്സ്പീരിയൻസിന് വേണ്ടി ഹെഡ്ഫോൺ യൂസ് ചെയ്യുക. Guys, this is a new assignment. உங்களை லீட் பண்ண போகிறது ஒரு புது லீடர். 68 international successful operations. ஓகே. Hostage negotiator, field agent, spy. In short, he is a goat of SATs. தளபதி விஜய். குழந்தை நல்லா இருக்கு, ஒன்றும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்லை, காந்தியை நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வர்றதில்ல. இனிமே சத்தியமா கூடாதுடா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. சில்லி மூமெண்ட். அறிவு இருக்கடா உனக்கு? எல்லா மிஷனுக்கு ஃபேமிலியோட ஹாலிடேக்கு போவானா? அதுவும் பேங்காக்கு குடும்பத்தோட போவானா? நான் அனுபவிச்ச இந்த பெயினை காந்தியும் அனுபவிக்கணும். இல்லப்பா, யார் இன் டேஞ்சர். ஓ, இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்குறேன். சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. ஏறாம பிரச்சனையை விட்டு நீங்க ரெண்டு பேரும் சண்டை போட்டுட்டு இருக்கீங்க. ஆஹா, உன்னால முடியல, நான் சொல்லு, நான் போட்டேன். வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா? A lion is always a lion. ஐயா, the greatest of all time. You think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா. ஐயா, സെപ്റ്റംബർ 5ാണ് കേട്ടോ സിനിമ വരുന്നത്. വാവ്. അപ്പം എന്തായാലും ഗോട്ട് എന്ന് പറയുന്ന ഈ ഒരു ടീസർ കണ്ടു, എൻജോയ് ചെയ്തു. ഇതിൽ നമ്മൾ ഒരു സോങ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിനകത്ത്, സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്യാവശ്യം വ്യൂസ് വളരെ കുറവാണ്. എങ്കിലും എനിക്ക് അപ്പം ഉള്ള ഒരു ഡൗട്ട്, ഇത് വിജയ് തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത്. ഇപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ ഈ ഒരു ടീസറിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായി. കാരണം വിജയുടെ മകനായിട്ട് അഭിനയിക്കുന്നത് ഒരു ഡ്യൂപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സെയിം നമ്മുടെ വിജയുടെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എവിടുന്ന് കണ്ടുപിടിച്ചെന്ന് അറിയത്തില്ല, പക്ഷെ ഡ്യൂപ്പാണ് കേട്ടോ. ഡ്യൂപ്പ് കാണാൻ
കറക്റ്റ് വിജയുടെ അതേ ഒരു കട്ടും കാര്യങ്ങളൊക്കെ, ഒരാളെ പോലെ 7 വീഴുന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ. ഈ ഒരു സിനിമയുടെ ഒരു കഥയും കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ട് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി ആണ്. ഏകദേശം വിജയുടെ സിനിമകളെല്ലാം തന്നെ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവീസ് തന്നെയാണ് വരുന്നത്. കൂടുതലും നമ്മുടെ ഒരുപാട് മുമ്പ് വന്ന സിനിമയ്ക്കകത്തുള്ള ഒരുപാട് നമുക്ക് വിജയുടെ സിനിമയ്ക്കകത്ത് നമുക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് തന്നെയായിരുന്നു നമുക്ക് സമ്മാനിച്ചതെല്ലാം തന്നെ വിജയുടെ. അപ്പം ഇതും അത്തരത്തിലുള്ള ഒരു മൂവിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കൂടുതലും ആക്ഷൻ സീൻസ് വളരെ കൂടുതലാണ്. അതേപോലെ മകനും അച്ഛനും തമ്മിലുള്ള ഒരു ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു ട്രീസിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും കൂടി ഷെയർ ചെയ്യുമ്പം ഇതിൻ്റെ മ്യൂസിക് വന്ന് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി സ്പാർക്ക് ചെയ്ത മ്യൂസിക് ചെയ്തേക്കുന്ന ആൾ, അതായത് അതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു വീഡിയോ ചെയ്യുമ്പം കഴിയുന്നതും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് എനിക്ക് തരണമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് യുവാൻ ശങ്കർ രാജ ആണ്. അപ്പം യുവാൻ ശങ്കർ രാജയുടെ ഒരു മികച്ച ഒരു മ്യൂസിക് കമ്പോസിഷൻ, ഈ മ്യൂസിക് നമുക്ക് ഇതിൻ്റെ അകത്ത് ആസ്വദിക്കാൻ കഴിയുന്നു, ഹെഡ്സെറ്റ് വെച്ച് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ബാനർ വന്നിട്ട് AGS എൻ്റർടൈൻമെൻറ്റ് ബാനറാണ് വന്നിരിക്കുന്നത്. പ്രൊഡ്യൂസർ വന്നിട്ട് കൽപ്പാത്തി S അഘോരം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ കൽപ്പാത്തി S ഗണേഷ് എന്ന് എഴുതിയിട്ടുണ്ട്, കൽപ്പാത്തി S സുരേഷ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം പ്രൊഡ്യൂസർ ഒരേ കുടുംബത്തിൽ തന്നെയുള്ള ആണെന്ന് തോന്നുന്നു. അതില്ലെങ്കിൽ അവരുടെ സ്ട്രീറ്റ് നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാണ്ട്. എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഈവൻ തമിഴ് പീപ്പിളൊക്കെ ആണെന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. വിവരം അറിയാണ്ടാണ് കൽപ്പാത്തി എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ ഈവൻ സിഗ്നേറ്ററി ആയിട്ട് തരുന്ന വീടാണോ ഇത്, ഇവരെല്ലാവരും 3 പേരെയും പ്രൊഡ്യൂസേഴ്സിൻ്റെ അതെല്ലാം ഒരേ ഫാമിലി ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ തന്നെയാണോ എന്ന് പറയാനൊരു ആഗ്രഹമുണ്ട്. അപ്പം ബാക്കിയുള്ള വിവരങ്ങൾ പറയുവാണെങ്കിൽ സിനിമയുടെ എഡിറ്റർ വെങ്കിട്ട് രാജൻ ആണ്. അതേപോലെ മ്യൂസിക്കിൻ്റെ ലേബലെല്ലാം വന്നിട്ട് T Series ആണ്. അതേപോലെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ അർച്ചന കൽപ്പാത്തി എന്ന് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള വിവരങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പം എന്തായാലും ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഈ ഒരു റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ സിനിമയോട് ബന്ധപ്പെട്ട പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം എന്തായാലും ഒട്ടും സമയം കളയാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഞാൻ അൻസാർ. താങ്ക് യു ഫോർ വാച്ചിങ് YRM റിയാക്ഷൻ യൂട്യൂബ് ചാനൽ. വി വിൽ മീറ്റ് യു സൂൺ നെക്സ്റ്റ് ടൈം. Goodbye.